നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനിതാ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമായി വനിതാ ജോയിന്റ് കൗൺസിൽ സെക്രട്ടറിന് മുന്നിൽ ധർണ നടത്തുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ ആവശ്യങ്ങൾ എന്ന് നടക്കുമുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ആവശ്യങ്ങളാണ് സാർ മുന്നോട്ട് വയ്ക്കുന്നത്? വനിതകളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം ജോയിന്റ് കൗൺസിലിന്റെ വനിതാ കമ്മിറ്റി ഒരു നിവേദനം ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിരുന്നു. ആ നിവേദനത്തിൽ തൊഴിലിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വർധന അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്ത്യക്ക് മാതൃകയായി കേരളത്തിലെ ഗവൺമെന്റ് സ്ത്രീ സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സ്ത്രീയുടെ ജീവിത സുരക്ഷിതത്വം എല്ലാ അർത്ഥത്തിലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധികളായ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ആ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കരുത്തു പകരുക എന്നുള്ള മുദ്രാവാക്യം കൂടെ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുകയാണ്. സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ വനിതകൾ മാത്രമായി ജീവനക്കാരുടെ ഒരു വലിയ മാർച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സിവിൽ സർവീസ് സംഘടിപ്പിക്കുന്നത്. പൊതുവായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവീസ് സംഘടനകളുടെ മാർച്ച് നടത്താറുണ്ട്. പക്ഷെ വനിതകൾ മാത്രമായിട്ട് 10,000-കണക്കിന് വനിതാ ജീവനക്കാർ ഇന്ന് ഭരണകേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു ഭരണ നിർവഹണമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ, അതിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്നത് RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയാണ്. RSS ലോകത്ത് വനിതകൾ അംഗമല്ലാത്ത രണ്ട് സംഘടനകളെ ലോകത്തുള്ളൂ. ഒന്ന് RSS ആണ്, മറ്റൊന്ന് താലിബാനാണ്. താലിബാനും RSSും തമ്മിൽ ഒരേ നയങ്ങളുമായി ലോകത്തെ വനിതകളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉയർത്തിപ്പിടിക്കാൻ, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ ഒരു ശ്രദ്ധ ഉയർന്നു വരണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്ത്രീ അവകാശങ്ങൾ സംരക്ഷണം ഉറപ്പാക്കാൻ, പ്രത്യേകിച്ച് ജീവിതവും തൊഴിലിടങ്ങളും ഭയരഹിതമാക്കി മാറ്റുന്നതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെന്റ് ഉറപ്പാക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കാൻ ജോയിന്റ് കൗൺസിൽ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുകയാണ്. അത്തരം പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിൽ സ്ത്രീകളെ അടുക്കളയിൽ തളച്ചിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്നുണ്ട്. ചാതുർവർണ്ണയത്തിന്റെ ശക്തികൾ ഭരണാധികാരത്തിൽ വന്നതിന്റെ എല്ലാ ദുരന്തവും നമ്മുടെ രാജ്യം നേരിടുകയാണ്. അപ്പൊ സാമൂഹ്യ മനസാക്ഷിക്ക് മുന്നിൽ സ്ത്രീയുടെ അവകാശം ഉയർത്തിപ്പിടിക്കാൻ, തൊഴിലിടങ്ങൾ സുരക്ഷയോടുകൂടി പണിയെടുക്കുന്നതിനാവശ്യമായ സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജോയിന്റ് കൗൺസിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഈ വനിതാ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത്. ഉണർവ് എന്ന പേരുള്ള വനിതാ മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത് അന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ മാർച്ചിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അതേ മുദ്രാവാക്യങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വനിതാ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. തുടർ ദിവസങ്ങളിലും കേരളത്തിലെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ തൊഴിൽ സുരക്ഷിതത്വം, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള തുടർ പ്രഖ്യാപനത്തിലേക്കും തുടർ സമരങ്ങളിലേക്കും പോകണമെന്നാണ് ജോയിന്റ് കൗൺസിൽ ആലോചിച്ചത്. ഇതിപ്പോ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളതല്ല. കേന്ദ്രത്തിൽ ഇന്ത്യയിൽ രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന വിഷയം നമ്മൾ പ്രധാനമായി ഗുജറാത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുണ്ടായ അതിക്രമങ്ങൾ, മണിപ്പൂരിൽ നഗ്നയായി സ്ത്രീകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനെതിരായി നിശബ്ദത പാലിച്ച ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. രാജ്യത്ത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളെ ഒരു പരിഗണനയും കൊടുക്കാതെ ചാതുർവർണ്ണയത്തിന്റെ ശക്തികൾ സ്ത്രീകളെ വല്ലാതെ ദ്രോഹിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഭരണകൂടം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിശബ്ദമാണ്. ആ നിശബ്ദതയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ അവകാശ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഒരു സർവീസ് സംഘടനയ്ക്ക് ഉയർത്തേണ്ടി വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ വനിതകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി വനിതകൾക്കും ശിശുക്കൾക്കും മാത്രം അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു വലിയ സന്ദേശം ഇന്ത്യക്ക് തന്നെ നൽകി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കണം. അത് വളരെ ശക്തമായി കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അതിദരിദ്രരില്ലാത്ത ഒരു കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അതെല്ലാം
ഈ അടുക്കളയിൽ ജീവിതം ഹോമിക്കപ്പെടും എന്ന് കരുതിയിരുന്ന സ്ത്രീകൾക്ക്, അമ്മമാർക്കും സഹോദരിമാർക്കും വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ നൽകുന്നത്. അപ്പൊ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും സ്ത്രീ സുരക്ഷിതത്വമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് പിന്തുണ നൽകുക എന്നുള്ള മുദ്രാവാക്യം കൂടെ ഈ മാർച്ചിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിലും തൊഴിലിടത്ത് കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യത്തിന്റെ വർധനവ് വരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു മുദ്രാവാക്യവും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സർക്കാർ ഓഫീസുകളിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം. പൊതുവിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു നിലപാടുകൾ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. ചേച്ചി, ആർത്തവ സമയത്ത് സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അപ്പൊ ആ ദിവസങ്ങളിൽ ഒരു അവധി വേണമെന്നത് പൊതുവെ സ്ത്രീകൾ ഉയർത്തുന്ന ഒരു ആവശ്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു ആവശ്യം നിങ്ങൾ ആ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും? ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്ന്, ആ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസ് കോംപ്ലക്സുകളിൽ അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഉയർത്തണമെന്നുൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ഒരു ഭീമഗർജിയിലൂടെ ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമാണ് ഇത്. ആർത്തവ ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും വനിതകൾക്ക് അവധി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുരോഗമന കാഴ്ചപ്പാട് പല സർവകലാശാലകളിലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആ രീതിയിലേക്ക് നടപ്പിലാക്കി നടക്കുന്നുണ്ട്. അവധി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവിന്റെ കാര്യത്തിൽ അവർക്ക് അതിനുവേണ്ടി റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അടക്കം സർക്കാർ കോംപ്ലക്സുകളിൽ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിവേദനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഒരു മാറ്റവും ഈ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നുവെങ്കിലും ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് അത്തരത്തിൽ ചർച്ചയ്ക്ക് ഒരു വഴിമരുന്നിട്ടുകൊണ്ടാണ് ആ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്ക് സന്തോഷം. 32-ന് അംബേദ്കർ ഉൾപ്പെടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹൃദയവും ആത്മാവുമാണെന്നാണ്. ഭരണഘടനാപരമായിട്ടുള്ള നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ, മൗലിക അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 32. ആ ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഈ വൈശാഖ എന്ന് പറയുന്ന സംഘടന ഒരു കേസ് നൽകുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വൈശാഖ ഗൈഡ് ലൈൻസ് ബർമ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് വൈശാഖ ഗൈഡ് ലൈൻസ് രൂപീകരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും തൊഴിലിടങ്ങളിൽ സംരക്ഷണം നൽകണമെന്നുള്ള നിയമം വന്നിട്ടുള്ളത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വൈശാഖ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് 96-ൽ